ഒരു ട്രിപ്പിന് പോയിട്ട് ലീവ് എടുക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? ഞാനിന്ന് അങ്ങനെ ലീവിലാണ്. അതായത് ഞങ്ങൾ 10 ദിവസത്തെ ചൈന ട്രിപ്പിനാണ് വന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് 8 മണിയാകുമ്പോഴേക്ക് റെഡിയായി ഇറങ്ങി ബസ് കയറി കണ്ടോൺ ഫെയറിനും മറ്റ് കാഴ്ചകൾക്കൊക്കെ പോയി വൈകുന്നേരം ലേറ്റായിട്ട് തിരിച്ചു വരുന്നു, ഉറങ്ങുന്നു എഴുന്നേക്കുന്നു പോകുന്നു, ഉറങ്ങുന്നു എഴുന്നേക്കുന്നു പോകുന്നു. ഇത് തന്നെയായിരുന്നു റിപ്പീറ്റ് ആയിട്ട് സംഭവിക്കുന്നത്. അപ്പോൾ എനിക്കൊരു മടി തോന്നി. ഇന്ന് ഞാൻ അതുകൊണ്ട് ലീവ് എടുത്ത് ഇന്നിപ്പോൾ ഈ ചുറ്റുവട്ടത്ത് ചുമ്മാ നടക്കാൻ ഇറങ്ങിയിരിക്കുക ഒറ്റക്ക്. ഞാൻ 10:30 എഴുന്നേറ്റ് വന്നപ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തീർന്നു. ഇവിടെ ഒരു ബർഗർ ഷോപ്പ് ഉണ്ട്, കയറി നോക്കട്ടെ. മോനെ കിടിലം ബർഗറാണല്ലോ. താങ്ക് യു യങ് ചായ് താങ്ക്സ് എന്നാണ് തോന്നുന്നത്. എനിക്കൊരു ചൈനീസ് ഫ്രണ്ടിനെ കിട്ടി. പുള്ളി ചൈനീസ് ആർമിയിൽ കൾച്ചറൽ ഓഫീസറാണ്. ഞങ്ങൾ തമ്മിൽ മറ്റേ ChatGPT മറ്റേ കൺവേർട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ പുള്ളി അടിപൊളി. ബൈ. പുള്ളി പറഞ്ഞു രാത്രി ഇവിടുത്തെ ഒരു ലോക്കൽ പാർട്ടിയിൽ നിങ്ങളെ കൊണ്ടുപോകാം, ഭയങ്കര DJയും പിന്നെ ഒരു പബ്ബുണ്ട്. പുള്ളി കുറേ പേരുടെ കൂടെ ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണിച്ചത്. ഞാൻ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിലേക്ക് ഇറങ്ങിയേക്കാണ്. ഒരു മീറ്റിൻ്റെ ഷോപ്പ് കണ്ടോ? ഇതുണ്ടോ ഇവിടെ ബൈക്കുകൾക്കൊക്കെ ഒരു മേൽക്കൂര കണ്ടോ? അത് നല്ല സൗകര്യം കേട്ടോ, വെയിലും മഴയും കൊള്ളാണ്ട് പോവാം. ഇത് ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ ഉള്ളൊരു ലോക്കൽ ഷോപ്പിലാണ്. നമ്മൾ സ്റ്റേ ചെയ്തത് ഹോളിഡേ ഇൻ ഹോട്ടലിലാണ്. ഗ്വാങ്ഷോ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു ഏരിയ ആണ്. പക്ഷേ ഇതൊരു കുറച്ച് റൂറൽ ഏരിയ പോലെ തന്നെയാണ്. അതായത് സിറ്റിയിൽ നിന്ന് കുറേ ഉള്ളിലേക്ക് ഒരു 45 മിനിറ്റ് ദൂരെയാണ്. എന്നാലും ഇവിടെയുള്ള ഒരു ലോക്കൽ പേഴ്സാണ് ഈ കാണുന്നത്. പോകുന്ന വഴിയിൽ കാലിൻ്റെ ചിത്രമൊക്കെ കണ്ടു. പെഡിക്യൂർ ചെയ്യുന്ന ഷോപ്പാന്ന് മനസ്സിലായി. അങ്ങനെ പെഡിക്യൂർ ചെയ്യാൻ വന്നിരിക്കുക. 59 യുവാനാണ് ഇവിടെ ചാർജ്. അതായത് ഒരു 25 റിയാൽ വരും. ഇത് കണ്ടോ, ഈ മരത്തിൻ്റെ മേലെ നിന്ന് വീണൊരു പൂവാണ്. നല്ല മണമുള്ള പൂവ് കേട്ടോ. നമ്മുടെ ഒരു പാലയുടെ ഒക്കെ മണം പോലുള്ളൊരു മണം. ഈ ചേട്ടൻ കാണിച്ചു തന്നാ. താങ്ക് യു. സീസേ പണി തുടങ്ങി നമ്മൾ. ഇവിടെ കമ്പാരിറ്റീവ്ലി നമ്മൾ ഇതുവരെ പോയ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല. അതായത് ഒരു ഖത്തർ റിയാലിന് നമുക്ക് ഇവിടുത്തെ 2 യുവാൻ കിട്ടും. പിന്നെ ഇപ്പോൾ ബർഗറിന് തന്നെ ഞാൻ പറഞ്ഞില്ലേ തൊട്ട് മുമ്പ് 13 അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. ഖത്തറിലൊക്കെ കിട്ടുന്നതിനേക്കാളൊക്കെ വളരെ വളരെ കുറവാണ്. അവിടെ 30-35 ഇല്ലേ, അതിപ്പോൾ ഇവിടുത്തെ 70 ആവും. പക്ഷേ ഇത്രയും ചീപ്പായിട്ട് ഇത്രയും നല്ല ബർഗറൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ലിവിങ് കോസ്റ്റ് കുറവാണ് കേട്ടോ. എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ എൻ്റെ ഒരു അവസ്ഥ ഉണ്ട് നിങ്ങൾ. എൻ്റെ ഹോട്ടലിൻ്റെ നേരെ മുമ്പിൽ ഇത്രയും നല്ല ബാർബർ ഷോപ്പുകൾ ഒരുപാടുണ്ട്. ഇവിടെയുണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ബാർബർ ഷോപ്പ് ഉണ്ടായിട്ടാണ് ഞാൻ മറ്റേ സ്ഥലത്ത് പോയിട്ട് തല വെച്ചത്. കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ, തൊട്ട് മുന്നിൽ തന്നെ ഇതിനുള്ളിൽ ഇത്രയും ബാർബർ ഷോപ്പുകൾ ഉണ്ടായിട്ടാണ് ഞാൻ മറ്റേ സ്ഥലത്ത് പോയിട്ട് ആ പെണ്ണിൻ്റെ മുമ്പിൽ തല വെച്ചത്. ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അടിപൊളി ബാർബർ ഷോപ്പുകൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ. അത് പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. പറ്റില്ല യോഗം. ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ്. ഇപ്പം വർക്കിംഗ് അവേഴ്സാണ്, അതുകൊണ്ട് പിള്ളേരൊന്നും കാണാത്ത. ഇപ്പം കണ്ടോ, ഈ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ മൊത്തത്തിൽ റഷാവും. ആളുകളൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങും. ഇപ്പം നോക്കിയാൽ ബാർബർ ഷോപ്പിൻ്റെ അയ്യറുകളാണ്. എവിടെ നോക്കിയാലും ബാർബർ ഷോപ്പ്, അതും ബാർബർ ഷോപ്പാണ്. ഇതാണ് എൻ്റെ ഹോട്ടൽ ഹോളിഡേ ഇൻ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെയും കിടപ്പുണ്ട്. ഈ ചുറ്റുവട്ടത്ത് മുഴുവൻ ബാർബർ ഷോപ്പ് ഇപ്പോൾ നോക്കുമ്പോൾ. ഓ, ഈ ബർഗർ ഷോപ്പിലെ ബർഗറും അടിപൊളിയാണെന്ന് ആരൊക്കെയോ പറഞ്ഞു കേട്ടോ നമ്മുടെ ടീമിലുള്ളവർ. ഒരു 5 ദിവസം മുമ്പ് നമ്മൾ ചൈനയിൽ വന്ന സമയത്ത് ഈ സമയത്ത് അതായത് ഉച്ചക്കൊരു 1 മണി സമയത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. അമ്മാതിരി ചൂടായിരുന്നു. ഇപ്പം നോക്കിയാൽ നല്ല തണുത്ത ക്ലൈമറ്റ്. പെട്ടെന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങോട്ട് മാറി എന്നുള്ളതാണ്. അത് നമ്മൾ ട്രിപ്പ് വന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് തണുത്ത അന്തരീക്ഷം. ഒരു ട്രിപ്പ് പോകുമ്പോൾ തണുപ്പ് വേണ്ടേ, എന്നല്ല ഇതിന് വൈബുള്ളൂ. ഇതുപോലൊരു കുടയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന് സ്പീഡിൽ പോകാൻ പറ്റുമോ തോന്നുന്നു. പക്ഷെ നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് പറന്നു പോകുന്നില്ല. നമ്മൾ താമസിക്കുന്ന ഏരിയ എവിടെയാണെന്ന് അന്വേഷിച്ച ആൾക്കാർക്ക് ഗോങ്സൗ എയർപോർട്ട് സോണിലാണ് നമ്മുടെ താമസം കേട്ടോ. മുടിയൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ടല്ലേ, മുറിക്കണോ? പക്ഷെ ഇവിടത്തേൽ പോകാൻ എനിക്ക് ധൈര്യമില്ല. ഈ ഹോളിഡേ ഇൻ ഹോട്ടൽ എന്തിനാണ് ഇത്രയും പുറത്തുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചേക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ല. പലപ്പോഴും ഇവിടെയുള്ള ആളുകളോട് വഴി ചോദിക്കുന്ന സമയത്ത് എനിക്ക് ജഗതിയുടെ യോധയിലെ ഡയലോഗാണ് ഓർമ്മ വരിക. അമ്മച്ചി ഏക്കിലെടുക്കി ഇതുവഴി പോകുന്നത് ദേക്കി എന്ന് പറയുന്ന പോലെയാണ്. അത്ര ഇവർക്ക് വേറൊരു ലാംഗ്വേജ് അറിയില്ല. ചൈനീസ് അല്ലാതെ മറ്റൊരു ലാംഗ്വേജ് ഇവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകാതെ ഇവിടെ തന്നെ അവരുടെ റിസോഴ്സ് ഉപയോഗപ്പെടുത്തിയത് കേട്ടോ. അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ദീർഘവീക്ഷണമാണ്. ഒരുപക്ഷെ ഇവരെല്ലാവരും ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളെയൊക്കെ പോലെ നമ്മുടെ രാജ്യത്ത് നിൽക്കാതെ നമ്മളൊക്കെ വേറെ രാജ്യത്ത് പോകും. അപ്പോൾ ആ രാജ്യത്ത് ഉപയോഗപ്പെടുത്തേണ്ട റിസോഴ്സ് പുറം രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും.
പക്ഷേ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഇവരുടെ തന്നെ ടാലൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഉള്ളവരെ കൊണ്ട് ഈ രാജ്യം ഇത്രയും ടോപ്പ് ലെവലിലേക്ക് വന്നു. എല്ലാ ലോകത്തിലേക്ക് മുഴുവനുള്ള ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നവർ ഇവരായി. ഇപ്പോൾ സപ്പോസ് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഇന്ത്യൻസിൻ്റെ ബുദ്ധിയും ഇന്ത്യൻസിൻ്റെ കഴിവൊക്കെ ഇന്ത്യയെ തന്നെ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഏത് റേഞ്ചിൽ പോയേനെ നമ്മുടെ രാജ്യം. പക്ഷെ അതിന് നല്ല സപ്പോർട്ട് നൽകുന്ന ഭരണാധികാരികളും ഉണ്ടാവണം. അതായത് രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാവണം. ഇപ്പോൾ ഈ ഒരു സ്ഥലം തന്നെ നോക്കിയേ, ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക, ഇത് ഇവിടുത്തെ ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. അതിന് മുമ്പിൽ ഇത്രയും വിശാലമായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ സ്പേസ് എന്തിനാ ഉപയോഗിക്കാം? മിക്കവാറും കുറേ കടകളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അങ്ങ് എൻഡ് വരെ കൊണ്ടുപോയിട്ട് ഫ്രണ്ടിലെ ഒരു ലൈന് പാർക്കിംഗ് സ്ലോട്ടായിട്ട് ഉപയോഗിക്കും അല്ലേ. പക്ഷേ ഇവിടെ ഇവർ ഒറ്റ വണ്ടി പോലും പാർക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. ആകെപ്പാടെ ഇങ്ങോട്ട് എൻട്രി ഉള്ളത് 2 വീലേഴ്സിന് മാത്രമാണ്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വാക്ക് വേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് 2 വീലറിന് എൻട്രി ചെയ്യാൻ. കാറുകളും സംഭവങ്ങളൊക്കെ പുറത്ത് പാർക്ക് ചെയ്യണം. എന്തുകൊണ്ടാണെന്നറിയോ? അതായത് ഈ രാജ്യത്തുള്ള ആളുകൾക്ക് സോഷ്യലൈസിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണിത്. വൈകുന്നേരം ആകുമ്പോൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഇവിടെ വരും. കുറച്ച് പേര് പർച്ചേസിനും കാര്യങ്ങൾക്കൊക്കെ പോകും. മക്കളൊക്കെ ഈ ഒരു സ്ഥലത്ത് ഓപ്പണായിട്ട് ഓടി നടന്ന് കളിക്കും. അതിന് വേണ്ടിയിട്ടുള്ള സ്പേസ്. പിന്നെ ഈ ചില ലേഡീസൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടാവും, സുംബ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടാവും. ഫാമിലി ആയിട്ട് അവർ പാട്ടൊക്കെ പാടുന്നുണ്ടാവും. അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന ഒരു ഫ്രീ സ്പേസാണിത്. ഇതുപോലുള്ളൊരു സ്ഥലത്ത്, ഇത്രയും വില പിടിച്ച ബിസിനസ് സാധ്യതയുള്ള സ്ഥലത്ത് ഇത്രയും സ്ഥലം ഈ ഗവൺമെൻറ് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ അവർ കാണുന്ന ഒരു ദീർഘവീക്ഷണം എന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെയുള്ള ആളുകൾക്ക് സോഷ്യലൈസിങ്ങിനും അവർക്ക് കളിക്കാനും അവർക്ക് ചിരിക്കാനും അവർക്ക് പാടാനും അവർക്ക് ഒത്തുകൂടാനൊക്കെയുള്ള ഒരു ഇടം ഒരുക്കണം എന്നുള്ളതാണ് അവരുടെ വിഷൻ. ആ വിഷൻ്റെ ഒക്കെ ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ കൂട്ടി വെക്കുമ്പോഴാണല്ലോ വലിയ റിസൾട്ട് ഉണ്ടാകുന്നത്. ആ വലിയ റിസൾട്ടാണ് ഈ രാജ്യത്ത് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണുന്നത്. അത്രയും റൂറൽ ഏരിയയിൽ പോലും ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ആംബിയൻസ്. സോ വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. നമുക്ക് ചൈനയെ അങ്ങനെ കളിയാക്കേണ്ട സ്ഥലമൊന്നുമല്ല. ഒരുപാട് പേര് ചൈനേനെ കളിയാക്കും, ഉടായ്പ പറ്റും. പക്ഷേ ചൈന ഭയങ്കര സെറ്റാണ് കേട്ടോ. റിച്ച് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. പ്രൊഡക്റ്റുകളൊക്കെ ചാകര പോലെയാണ്. നമ്മൾ ചൈനീസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്ന വളരെ കുറച്ച് പ്രൊഡക്റ്റേ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് ഇവരുടെ പ്രൊഡക്റ്റുകളിൽ ജസ്റ്റ് ഒരു 10% താഴെ സാധനം മാത്രമേ നമ്മൾ ഔട്ട്സൈഡ് കാണുന്നുള്ളൂ. അത് GCCയിലായാലും ഇന്ത്യയിലൊക്കെ ആയാലും 10% താഴെ മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി എത്ര ഐറ്റംസ് ആണെന്നറിയോ? ഓരോ ബ്രാൻഡിൻ്റെയും എമ്മാതിരി ലെവൽ ഐറ്റംസ് എവിടെ ഉള്ളതെന്നറിയോ? അത്രയും ഓപ്ഷൻസ് ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഹായ് അങ്ങനെ നമ്മൾ തലേ ദിവസം അവസാന ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ ലാസ്റ്റ് നൈറ്റ്. ഞങ്ങള് ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ഞങ്ങൾക്ക് ഡാൻസും പാട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ ഇവിടെ ഒരു സോഷ്യലൈസിങ് സ്പേസ് ഇവർ വെക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് ഇവിടെയുള്ള ആളുകൾക്ക് സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു സ്പേസ് തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ നടക്കുന്ന കാഴ്ച ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, ഈ കടയുടെ മുന്നിൽ ഇത്രയും വലിയൊരു സ്പേസ് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അവിടെ പാർക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഒക്കെ ആക്കിയിട്ട് മാറ്റും. ഇവിടെ ഇവർക്ക് ഒരുമിച്ച് കൂടാനും ഡാൻസ് കളിക്കാനൊക്കെ ഉള്ളൊരു വെന്യൂ ആയിട്ടാണ് ഇവർ കീപ്പ് ചെയ്യുന്നത്. നോക്കിയേ, സുംബയാ എന്താ ഇത്? അവിടെ ഇതുപോലെ ചെറിയ കച്ചവടങ്ങളൊക്കെ രാത്രി ഇങ്ങനെ വരുന്നുണ്ടാവും. കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടാവും. പിന്നെ പാരൻസും ഇവരൊക്കെ ചേർന്നിട്ട് ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസം. അതായത് വീക്കെൻഡിലൊക്കെയാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവർ സെറ്റ് ചെയ്യുന്നത്. അതായത് മൊത്തത്തിലൊന്ന് ഗ്യാദർ ചെയ്യുക, പിന്നെ ആരോഗ്യപരമായിട്ട് ഉഷാറാവുക, ഇതൊക്കെയാണ് ഇവരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംഭവം ഇവിടെ അല്ലേ. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് നൈറ്റാണ് ചൈനയിലെ. അപ്പോൾ ഇത്രയും ദിവസം അലിഞ്ഞ് തിരിഞ്ഞ് അടിച്ച് പൊളിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. അതുകൊണ്ട് ഡാൻസ് കളിക്കാൻ പോയിട്ട് വന്നേക്കാം. അപ്പോൾ ബാക്കിയൊക്കെ പറഞ്ഞ പോലെ ഇനി അടുത്ത സ്ഥലത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ബാക്കി വിശേഷങ്ങളും വീഡിയോസൊക്കെ വഴിയെ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. നമ്മുടെ കൂട്ടത്തിലെ ജൂനിയറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെയും ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ കേക്ക് കട്ടിയാൻ നോക്കി ആൾ ഉറങ്ങിപ്പോയി. ഇന്ന് ഇതേ ഉറങ്ങുന്നുണ്ട്, എണീപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഹാപ്പി ബർത്ത്ഡേ ടു യു,
ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹായ് ഹായ് ഹായ്. സക്സസ്, മിഷൻ സക്സസ്. ഷായ്മാൻ സിറ്റി ടൂറിസ്റ്റ് ഏരിയ ഇവിടെ വന്നിട്ടാണല്ലോ ഞങ്ങള്. നല്ലൊരു ഐലൻഡ് കേട്ടോ. ഇതിന് ചുറ്റിയിട്ട് ഒരു റിവർ ഉണ്ട്, ഒരു മാൻമെയ്ഡ് റിവർ ഉണ്ട്. നമ്മുടെ ട്രിപ്പ് 10 ദിവസമായിട്ടുള്ളതിനെ കൊണ്ട് എല്ലാ ദിവസവും സ്പെസിഫിക് എപ്പിസോഡ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്ന് കണക്ട് ചെയ്ത് ഓരോ ദിവസത്തെ ഹൈലൈറ്റഡ് സാധനം കണക്ട് ചെയ്തിട്ട് ഒറ്റ എപ്പിസോഡായിട്ട് ഇറക്കുകയാണ്. ഇതുവരെ ഫുള്ളായിട്ട് കണ്ട ആൾക്കാർ കമൻറ്റ് ചെയ്യണേ. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും മറന്നു പോയിരുന്നു. നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന വലിയ ഉപകാരം അതായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എപ്പിസോഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ അത്രയും ടൈം എഡിറ്റ് ചെയ്യും. പിന്നെ ഇത് അപ്ലോഡ് ആവാൻ വേണ്ടി ഇവിടുത്തെ നെറ്റ് ഭയങ്കര പ്രോബ്ലമാണ്. അപ്പോൾ ദാരിദ്ര്യം പറയുന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം എന്നുള്ളത് പറയാണ്. കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. താങ്ക് യു. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ആ ലാസ്റ്റ് ഡേയിൽ രാത്രി 1 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ പകൽ സമയത്ത് ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയേക്കുന്നതാണ്. ഈ ഒരു ഐലൻഡിലേക്കാണ് ഇന്ന് വന്നത്. ഇതെല്ലാവരും ഉണ്ട്, ഒരുമിച്ച് നടക്കുകയാണ്. ഖത്തറിൽ നിന്ന് വന്ന KBFൻ്റെ ടീമാണ് ഇതിലുള്ളത്. 22 ബിസിനസ്സുകാരുണ്ട്. JP ജോയിൻ പവർ KBF കണ്ടോൺ ഫെയർ വിസിറ്റ് 2025. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കുന്നത്. ടാർഗറ്റ് ട്രാവൽസാണ് ഈ ഒരു ട്രിപ്പ് ഐറ്റിനറി ഒക്കെ സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളെ മുന്നിൽ നടക്കുന്ന നിങ്ങളുടെ പിന്നാലെ എല്ലാവരും വരും. നിങ്ങൾക്ക് എന്തോ കൃത്യമായിട്ട് ഇവിടെ അറിയുന്ന പോലെ ഉണ്ട് പോണ്. JP അതാ മുമ്പിൽ 3 പേര് നടക്കുന്നുണ്ട്, അവരുടെ പിന്നാലെ എല്ലാവരും നടക്കുന്നുണ്ട്. അവരെന്തോ അറിഞ്ഞിട്ട് പോകുന്ന പോലെ പോകുന്നുണ്ട്. നിങ്ങളെ കീശയില് മറ്റേ സാധനം ഉണ്ടാ? ഞാൻ മൂപ്പരുടെ കീശയിൽ കൈയിടുമ്പോഴൊക്കെ ബ്രാഡ്മയുടെ കുറെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. തീർന്നല്ല? ഇല്ല, ബസ്സിലുണ്ട്. വാ ബെസ്റ്റ്. ഇപ്പൊ കീശയിൽ വെക്കി നിർത്തി. ഞാൻ ഇടയ്ക്കിടെ പോയിട്ട് കൈയിടുന്നവിടെ കൊണ്ട്. JP അങ്ങോട്ടാ പോണേ നമ്മള്? 3 പേര് മുന്നിൽ പോകുന്നുണ്ട്, അവരെ ഫോളോ ചെയ്യാൻ. ഐസ് ലവ് നെവർ ഫെയിൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് ഇതെന്തോ പ്രണയിതാക്കളുടെ ഏരിയ തോന്നുട്ടോ. പള്ളിയിൽ എന്താ ഇപ്പൊ അത് വെച്ചേക്കുന്നേ? ഇവിടുത്തെ ഒരു ചർച്ച്. ആദ്യമായിട്ട് ഇവിടെ ക്രിസ്ത്യൻ ചർച്ച് കണ്ടത് കേട്ടോ. പുതിയ ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കേട്ടോ. ചേക്കപ്പെട്ട എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചോ? പുതിയ ഏതെങ്കിലും ആരാധനാലയത്തിൽ പോയി കഴിഞ്ഞാൽ അത് പള്ളിയായാലും അമ്പലമായി കഴിഞ്ഞാലും പിന്നെ മോസ്കായി കഴിഞ്ഞാലും അവിടുന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കുന്ന എൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ആഗ്രഹിക്കട്ടെ. പള്ളിയിലേക്ക് നേർച്ചയിടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇതാ. ടാബ്ലൂസി പോണോ? നമുക്ക് ടാബ്ലൂസി പോണോ? ടാബ്ലൂസി പഠിച്ചോ? ചൈനയിൽ വന്ന മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു വാക്കാണ് ടാബ്ലൂസി എന്ന് വെച്ചാൽ വാഷ്റൂം. ഒരു സിമ്പിൾ കാര്യം പറയട്ടെ. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ നമ്മുടെയൊക്കെ രാജ്യത്ത് ഒരുപാട് പേര് യാത്ര വരുന്നതാണ്. അപ്പോൾ അവിടെ വാഷ്റൂമൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് കൊടുക്കാനും, അതായത് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് കൊടുക്കാനും, അതിന് കാശ് വാങ്ങാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. അതൊരു രാജ്യത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഖത്തറിലാണെങ്കിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ലക്ഷറി ടോയ്ലറ്റുകളായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഇപ്പോൾ ചൈനയിലാണെങ്കിലും എല്ലായിടത്തും വാഷ്റൂം സൗകര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലോ ഒരു ലോക്കൽ സെറ്റപ്പ് ഉണ്ടാവും, അതിനാണെങ്കിൽ കാശ് പിരിക്കാൻ എടുത്തും പുറത്ത് ഇരിക്കുന്നുണ്ടാവും. വാവ്, നല്ലൊരു ഉദ്യാനം അതിൻ്റെ മുന്നിൽ. വാവ്. ഇപ്പം ഞാൻ എവിടെയാണുള്ളതെന്നറിയോ? ചൈനയിലെ ഒരു 6 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉള്ളിലാണ്. 7 സ്റ്റാർ അല്ല, 6 സ്റ്റാർ, 5 സ്റ്റാറിന് മേലെ. ഇതിൻ്റെ ഉള്ളിലെ ഒരു ഷോപ്പിംഗ് ഏരിയ ഇതാ ഇവിടെ. ഞാൻ അവളോട് ചോദിച്ചു ഇതാണോ ആ 6 സ്റ്റാർ ഹോട്ടൽ എന്നുള്ളത് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു 6 അല്ല, ഇത് 5 ആണ്. ഞാൻ പറഞ്ഞു സോറി, ഞാൻ 6ൽ കുറഞ്ഞിട്ട് കയറാറില്ലാത്ത ഇറങ്ങി. ഈ ഒരു ഐലൻഡിൽ ചൈനയിലെ ഒരു 6 സ്റ്റാർ ഹോട്ടൽ ഉണ്ട് അത്ര. ആ ഹോട്ടലിലാണോ ഞാനിപ്പോൾ ഉള്ളതെന്ന് എനിക്കൊരു സംശയം. നല്ല സെറ്റപ്പൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ട ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചയാണ്. നല്ല രസമുണ്ട്. ഇത്രയും സെറ്റപ്പൊക്കെ ഉള്ളത് 6 സ്റ്റാർ ആയിരിക്കുമോ? ആൻഡ് ഇവിടെ ഒരു റിവർ കഫേ ഉണ്ട് കണ്ടോ. നല്ല നൈസ് പാർക്കാട്ടോ ഇവിടെ. ഒരു റിലാക്സിങ് പാർക്കാണ് ഇവിടെ.
ഇവിടെ ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട്. എല്ലാ സ്ഥലത്തും എത്ര വലിയ കൺസ്ട്രക്ഷൻ ആണെങ്കിലും എത്ര വലിയ പ്രൊജക്റ്റ് ആണെങ്കിലും അവിടെയുള്ള മരങ്ങളൊന്നും ഇവർ കട്ട് ചെയ്യില്ല. ആ മരങ്ങളെ പ്രിസർവ് ചെയ്തുകൊണ്ട് അതിന് ചുറ്റിലും ഒരു ഫ്രീ സ്പേസ് കൊടുത്തുകൊണ്ടാണ് അവർ കൃത്യമായിട്ട് ബാക്കി കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് കേട്ടോ. ഈ ഐലൻഡിലെ മരങ്ങളുടെ ഒക്കെ ഒരു സൈസ് നോക്കിയേ. ഇവനുണ്ടാക്കിയേക്കുന്ന സാധനങ്ങളാട്ടോ ഇതൊക്കെ. കൊള്ളാട്ടോ അവൻ ഉണ്ടാക്കുന്ന ലൈവായിട്ട്. അവൻ ഓലയും ഈർക്കിളിയും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഞങ്ങളിപ്പോൾ ഒരു മേൽപ്പാലത്തിൻ്റെ മേലെ നിന്നുള്ള കാഴ്ചയാണ്. ചൈന സ്പൈസസ് കണ്ടോ, ഇതൊക്കെ എന്തൊക്കെയാണെന്നൊരു പിടിയില്ല കേട്ടോ. ഇത് ചൈനീസ് ഈത്തപ്പഴാണോ സംശയമുണ്ട്. ഈത്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെ. എക്സാക്ട് ഈത്തപ്പഴല്ല, വേറെന്തോ ടേസ്റ്റ്. ഞാൻ വിചാരിച്ച എന്തോ ചെടിയോ വേരോ മറ്റോ ആണെന്ന്. ഇത് അടുത്ത് നോക്കിയേ, ഇത് മീൻ, ഉണക്ക മീൻ. എടുത്ത് കൈ പിടിച്ചതിന് ശേഷം മനസ്സിലാവുന്നത്. നമ്മുടെ എല്ലാതരം മാർക്കറ്റിലും പോയി. ഇന്നിപ്പോൾ സ്പൈസ് മാർക്കറ്റിലാണ് ഉള്ളത്. ഇവിടുത്തെ ചൈനീസ് സ്പെഷ്യൽ സ്പൈസസ് ഒക്കെ ഉള്ളൊരു മാർക്കറ്റ്. കുറേ സാധനങ്ങളുണ്ട്, നമുക്ക് ആവശ്യമൊന്നുമില്ല. ഇത് ശരിക്കും കമ്പയർ ചെയ്യാൻ പറ്റുക നമ്മുടെ നാട്ടിലെ ഒരു ചന്തയാണ്. ആ ചന്ത ഇവിടുത്തെ ചന്തയാകുമ്പോഴേക്കുള്ള ഭംഗി നോക്കിയേ, എത്ര നീറ്റാണെന്ന് നോക്കിയേ. ഇത്രയും വലിയൊരു മാർക്കറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ ഇവർ ഇവിടുത്തെ ഒരു മരം പോലും മുറിച്ചിട്ടില്ല. അതുകൊണ്ട് നല്ല തണലാണ് എല്ലായിടത്തേക്കും നടക്കാൻ. ഏത് വഴിക്ക് നടക്കുമ്പോഴും വെയിൽ വേണ്ട. എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ നല്ല ലൈറ്റൊക്കെ തിന്നു. എനിക്കൊന്ന് ഇവിടുത്തെ ആവറേജ് ലെവലിലുള്ള ആൾക്കാർ അവരുടെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്ന ഒരു സ്ട്രീറ്റായത്. അത് തന്നെ നല്ല ഭംഗി. അതേ ചൈനയിലെ ഒരു മില്ല് കണ്ടോ, ആ മില്ലിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇവരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് ഇവിടുന്ന് പൊടിച്ചെടുക്കുന്ന സാധനം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഒരു മില്ല് ഇതാ ഇവിടുന്ന് നല്ല മണമുണ്ട് ഈ ഭാഗത്ത് വരുമ്പോഴേക്ക് തന്നെ. ഇവിടെ കറിയിലൊക്കെ ഇടുന്ന സാധനമാണ് ഇവിടുന്ന് ഉണ്ടാക്കുന്നത്. മണം ഇപ്പോൾ വീഡിയോ കാണിച്ചു തരാൻ പറ്റുമല്ലോ, പക്ഷെ നല്ല മണം ഉണ്ട് ആ ഭാഗത്ത് ഇവിടെ വരുന്നു. പലതരത്തിലുള്ള സ്പൈസസിൻ്റെ മണം. ഇവിടുത്തെ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്ന ലോക്കലായിട്ടുള്ള സെറ്റപ്പ് ഉണ്ടോ. അധിക സ്ഥലത്തൊന്നും വേസ്റ്റ് ബിന്നുകളൊന്നും കാണാനില്ല കേട്ടോ, പക്ഷേ വളരെ നീറ്റാണെന്നുള്ളതാണ്. എല്ലായിടത്തും ഇവർ കണ്ടിന്യൂസ്ലി വന്നിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണോ എന്തോ. ഇതൊരു ഹെർബൽ ചായപ്പൊടിയാണെന്ന് എല്ലാവരും പറഞ്ഞു. ഇത് കുറേ പേര് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇത് കടൽ കുതിരയല്ലേ, അതിന് ഉണക്കിയത് നോക്ക്. എന്തിൻ്റെയോ ഒരു തോല്, പാമ്പിൻ്റെ ആകുമ്പോൾ. അതെ, നീരാളി ഉണക്കിയതാ. അല്ല, ഇത് അത് തന്നെ സെയിം സാധനം. ഇവരെല്ലാവരും ഉണക്കി വിൽക്കുന്ന സ്ഥലമാണ് ഇത്. ആയിരക്കണക്കിന് സ്പൈസസ് മാത്രം വിൽക്കുന്ന കടകൾ, അങ്ങനെയുള്ള ഏരിയകളുള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്പൈസ് മാർക്കറ്റ് ആയത് തോന്നുന്നു. നോക്കി എത്രയാ ഷോപ്പുകൾ, എത്രയാ സാധനങ്ങൾ. ഇതിൻ്റെ ഇടയിലുള്ള ചെറിയ ഗല്ലി നോക്കിയേ. റെസ്റ്റോറൻറ്റ് വന്നപ്പോൾ ഒരു പണി കിട്ടി. ചിക്കൻ ഓർഡർ ചെയ്തത് കോഴീൻ്റെ കാലായിപ്പോയത്. കോഴീൻ്റെ നല്ല നീണ്ട കാല്. അതുപോലെ വെച്ചിട്ട് നമുക്ക് എഴുന്നേക്കാം. വേറെ സാധനമുണ്ട്, നല്ല ചിക്കൻ്റെ ഒരു അടിപൊളി സാധനം. രണ്ട് ടൈപ്പ് സംഭവങ്ങൾ കഴിച്ചു ഞങ്ങൾ. ലാസ്റ്റ് ഓർഡർ ചെയ്തൊരു സ്പെഷ്യൽ സാധനമായിരുന്നു. മറ്റേ സിഗരറ്റും സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു പെട്ടിക്കടാണ് ഇവിടുത്തെ. അങ്ങനെ അതിഗംഭീരമായ 9 ദിവസത്തെ ചൈന ട്രിപ്പ് ഇതേ കഴിയാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ, അടുത്ത രാജ്യത്തെ കാഴ്ചകൾ, അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തെ നാട്ടിലെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ താങ്ക് യു. വലിയ വീഡിയോ ആയിരുന്നു. ഇത്രയും കണ്ട ആൾക്കാർ കമൻറ്റ് ചെയ്യണം. ഇത്രയും ദൂരം സമയം നിങ്ങൾ കണ്ടോ, കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. അത് എനിക്ക് വലിയ മുടക്കുള്ള കാര്യമല്ലല്ലോ. നമ്മൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ ഭയങ്കര മെനക്കെടാണ്. അത്രയും സമയം, അത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ ദാരിദ്ര്യം പറയല്ല, പക്ഷെ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ള കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കണം. അപ്പോൾ ശരി, ബൈ ബൈ, താങ്ക് യു സോ മച്ച്. അങ്ങനെ ഞങ്ങള് നിന്നെ കണ്ടിട്ടേ ഇല്ല. ചൈനയിലൊക്കെ പോയി കറക്കി തിരിഞ്ഞ് ഞങ്ങള് 10 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നു. JP ജോയിന്റ് പവർ ഓട്ടോമോട്ടീവ് KBF കണ്ടോൺ ഫെയർ വിസിറ്റ് ടീം അടിപൊളിയായി, സൂപ്പറായി. ഇപ്പൊ പിടിച്ച് പുറത്താക്കുക, എയർപോർട്ടിലുള്ളത്. അപ്പൊ സൂപ്പർ, താങ്ക് യു സോ മച്ച്. നിങ്ങളെ കുറെ ബിസിനസ്സുകാർ അടുത്ത് പരിചയപ്പെടാൻ പറ്റി. ഞാനും ഇനി ബിസിനസ് തുടങ്ങാൻ പോകട്ടെ നിങ്ങളെ പോലെ. അപ്പൊ താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം.